ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഹലോ പറ. ഹലോ ഹലോ ബാക്ക് ടു ഫാമിലി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മളൊരാൾക്കൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും അതിന് ചിന്നു അമ്പു കുറേ ദിവസമായിട്ട് അമ്പുൻ്റെ കുടുക്ക എവിടെ? അവിടെ ഉണ്ട്. അപ്പോൾ ആ കുടുക്ക ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കുടുക്ക ഫുള്ളാക്കിയത്. അല്ലെങ്കിൽ സാറിന് അതിന് മുന്നേ പൊട്ടിക്കലാണ് പതിവ്. എല്ലാവരും മിക്കവാറും അങ്ങനെയൊക്കെ ആയിരിക്കും. സുട്ടത് അവിടെ ഒക്കെയാണ്. പിന്നെ അപ്പോൾ അത് ഫുള്ളായി. അടുത്തത് ഞാൻ വാങ്ങി വെച്ചു. അതിൽ നമ്മൾ തുടങ്ങിയപ്പോൾ ഇന്ന് ഇച്ചിരി സമയമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് കൗണ്ട് ചെയ്യാണ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വന്നപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000 റേഞ്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പറ്റില്ല. എങ്കിലും അതുകൂടെ ഇതിൽ ആഡ് ചെയ്യുന്നു. അമ്പുവിൻ്റെ സമ്പാദ്യം. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തോന്ന് വാങ്ങിച്ചേ? ഓർമ്മയുണ്ടോ? എന്തോന്ന് വാങ്ങിച്ചേ? കളിപ്പാട്ടല്ല, സൈക്കിള്. ആ, ഇപ്രാവശ്യം വേറൊരു ഗിഫ്റ്റ്. ഓക്കെ. നോക്കാം അത്ര ഉണ്ടെന്ന്. ഇപ്പോൾ വാങ്ങി വെച്ചു. ഇതാണ് അമ്പൂതാ കത്തി കൊണ്ടോ. ഇപ്പം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കൂടുതലും കോയിൻസ് ആണ്. എനിക്ക് അച്ഛ കട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് വെച്ച് കട്ട് ചെയ്യാം. എടുത്തോ, കമ്പ് എടുത്തോ. താഴെ ഇറങ്ങിയത് വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം ഒരു 2 കിലോ 2-3 കിലോ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ. തൊട്ട് കുറച്ചുകൂടെ ബാക്കിലോട്ട്. നോട്ട് ഉണ്ട് കേട്ടോ. നോട്ട് കുറവാണ്. അതുപോലെ ഫ്രണ്ടിൽ ട്രൈപോഡിൽ വെച്ചിട്ടുണ്ട് ഫോണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും ഗസ് നീങ്ങി നോക്കി കട്ട് ചെയ്തില്ലെങ്കിൽ നോട്ടൊക്കെ കട്ടാവും. ചിന്നുവിന് പിന്നെ വേറെ കൊടുക്കേണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് പറ്റുമെങ്കിൽ അടിച്ചു മാറ്റാം. ഇല്ല ഇല്ല അമ്മു. അമ്മയ്ക്ക് ബ്ലാക്ക്, അച്ഛന് പിങ്ക്. പിങ്കല്ലേ, ഇത് റെഡ് അല്ലേ? അച്ഛന് പിങ്ക്. 100 നോട്ട് ഉണ്ട് കേട്ടോ. 100 നോട്ടിന് കിടപ്പുണ്ട്. അതിലെല്ലാം വയ്ക്കാണ്ടോ. ഇതിപ്പോ ഇങ്ങനെ വെച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ 1 രൂപ കോയിനുണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്, നോട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടേ എണ്ണുള്ളൂ. അപ്പം ആരൊന്നും ചെയ്യല്. ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചത്. ഓക്കെ. നോട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ. നോട്ട് ഇതിനകത്ത് ഇല്ല. ഒന്നും ചെയ്യണ്ട. എന്തായിരിക്കും നോട്ട് ഇവരെ എണീപ്പിച്ച് വിടുന്നതാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് ഇത് തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നോട്ട് 1-2 വന്നപ്പോൾ. ബാക്കി ഫുള്ള് കോയിനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ. ഓക്കെ. ഗൈസങ്ങൾ ഫൈനലി നമ്മൾ കൗണ്ട് ചെയ്തില്ല, സെപ്പറേറ്റ് ചെയ്തു. അമ്പ് എത്ര നോക്കി തന്നെ ഇടണേ. അമ്പ് 1 രൂപ കോയിനാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇതാ 10 ആയി. ഇത് 20 കേട്ടോ. 20 പഴയ ഒരു 80 പൈസ. 5 2 നോട്ടായി 1. ഓ താങ്ക് യു. ഇനി എണ്ണയാണ് കേട്ടോ. അമ്പ് ആണെങ്കിൽ ഭയങ്കര ശരി. ഇപ്പോൾ എടുത്തിട്ട് മിക്സ് ചെയ്തേ ഉള്ളൂ. 5-ൻ്റെ ഉണ്ട്, 2-ൻ്റെ ഉണ്ട്, 1 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്. ഓക്കെ. അമ്പൊന്നും ചെയ്യണ്ട, അച്ഛ. ഓക്കെ. എല്ലാവരും നീങ്ങിരി.
അപ്പം എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഇതാണ് കിട്ടിയത്. ഏകദേശം 2000 രൂപയാണ് ഉള്ളത് കേട്ടോ. പിന്നെ അതങ്ങനെ ഒരു ചെറിയൊരു സേവിങ്സ് ആയിട്ട് കിട്ടി കേട്ടോ അമ്പു. 2000 രൂപ ഉണ്ട്. ഓക്കെ, പോകാൻ വിട്ടു. ഈ നോട്ടിൻ്റെ കാര്യം വിട്ടു കേട്ടോ. നോട്ട് ഒരു 610 ഉണ്ട്. അപ്പോൾ ഈ 2000 ഫിഗർ മാറി. അവർ പിന്നെ വെയിറ്റ് നോക്കിയാണ് പറഞ്ഞത്. നോട്ടിന് വലിയ വെയിറ്റ് വരില്ലല്ലോ. അപ്പോൾ നോട്ട് 610 വരുമ്പോൾ ഏകദേശം ഒരു 2693 രൂപ ഉണ്ട് കേട്ടോ. ഇത്രയാണ് അമ്പുവിൻ്റെ സേവിങ്സ് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ ചിന്നിന് വണ്ടി എടുക്കാൻ പോവുകയാണ്. എവിടെ പോകണം അമ്പു? ആദ്യം എവിടെ പോണേ? വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പം ഞാനാണെങ്കിൽ ഇപ്പം വണ്ടി ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു വണ്ടി സെറ്റായത്. നമ്മൾ ആമ്പുവിൻ്റെ സമ്പാദ്യ കോയിനൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവരെ പോയിട്ട് വിളിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. ഇനി അമ്പുവിനെ കൊണ്ട് ട്യൂഷൻ ഇട്ടിട്ട് തിരിച്ച് ഷോപ്പിൽ പോകണം. ഷോപ്പിൽ പോയിട്ട് അമ്പു ഇറങ്ങാൻ സമയമാകുമ്പോൾ അമ്പുവിനെ വിളിച്ച് നമ്മൾ പോകുമല്ലേ അമ്പു. പിന്നെ ചിന്നുവിൻ അറിയാമെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഹിൻ്റുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയുടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നറിയാം. അപ്പോൾ എന്തായാലും പോകുമ്പോൾ അതിനാണെന്ന് ഒരു ചെറിയൊരു സൂചന ഉണ്ടാവും. അപ്പോൾ എന്തായാലും ചിന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ഒരാളെ ഒന്നും എല്ലാം രാവിലെ പോയി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ച് വൈകുന്നേരം പുള്ളി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് പോയി എടുത്തിട്ട് പിന്നെ നാളെ രാവിലെയൊക്കെയാണ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ഇന്ന് പോയിട്ട് വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും പോകാൻ പോകും. ഓക്കെ, ട്യൂഷനെ പോയിട്ട് അച്ഛൻ വന്ന് വിളിക്കാം. ഓക്കെ, സുട്ടിനെ കൊണ്ടുപോകണോ? അല്ല, സുട്ടിനെ നമ്മളെ വണ്ടി കയറ്റണ്ടല്ലേ. സുട്ട് ഭയങ്കര ബഹളം. പോവാം. നമ്മളിങ്ങനെ ചെറിയൊരു ആവശ്യമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ പിന്നെ ഇവിടെ ആശുപത്രി അടിച്ച് ഒരു ബ്രോസറിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങി കേട്ടോ. അങ്ങനെ അവിടെ വന്ന് അല്ലാതെ രണ്ടും ഉറക്കം വണ്ടി ഇരുന്നുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്ത് ആളാണെങ്കിൽ എത്തിയില്ല. ചിന്നറിയല്ലോ അവിടെ പോകണം. നമ്മൾ ഒരാളെ ഒന്ന് കാണണം, അങ്ങനെ ഒന്ന് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അവരിതുവരെ എത്തിയില്ല. അവർ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ കുറേ ദിവസം ഇവിടെ വരണം എന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിൽ പിന്നെ ഏകദേശം ഐറ്റംസ് എല്ലാം നമ്മുടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് ചിക്കൻ്റെ ഇപ്പം നമ്മൾ ഏതാ പറഞ്ഞത് 5 പീസ് ചിക്കൻ്റെ 4 പീസ് ഈ ഒരു കോംബോ, 2 ബണ്ണ്, ഡിപ്പ്. ഇതൊക്കെ നമ്മുടെ ഉണ്ട്. നഗറ്റ്സ് നമ്മുടെ ഉണ്ട്, ബർഗറുണ്ട്, സിംഗർ ബർഗർ, ഇതിലിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ വരുന്നുണ്ട്. ചൂടുണ്ടാകുമ്പോൾ അങ്ങനെയുണ്ട്. കഴിച്ചാൽ ചുട്ടു വേണമെങ്കിൽ കറിച്ചു. നമുക്ക് കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? നമ്മളിപ്പോൾ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. വേണം എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. നമ്മൾ പിന്നെ ടൈമില്ലായിരുന്നു, പോയി പെട്ടെന്ന് എടുക്കണമായിരുന്നു. വീട്ടിൽ പോയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ചിന്നുവിൻ്റെ വണ്ടി കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് കാണിക്കാൻ വേണ്ടി കടയിലോട്ട് കൊണ്ടുവന്നത്, പക്ഷേ ഇരുട്ടായി ഇപ്പോൾ തിരക്കും. പിന്നെ രാവിലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. ഇന്ന് തന്നെ വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പക്ഷേ സമയം കിട്ടിയില്ല. ഞാൻ പിന്നെ കടയിൽ കുറച്ച് സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തിരക്കായതുകൊണ്ട് പിന്നെ തിരക്ക് തീർന്നിട്ടേ ഇറങ്ങുള്ളൂ. രാവിലെ വാഷ് ചെയ്തിട്ട് കാണാം.
രാവിലെയാണ് വണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചിന്നു രാവിലെയാണ് വണ്ടി നേരെ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മളിതാ നേരെ വണ്ടി വാഷ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നേരെ ഒന്ന് അമ്പലത്തിലും പോയിട്ട് അതുവഴി പോകാമെന്ന് വിചാരിച്ചു. അമ്പുവിനെ സ്കൂളിൽ കൊണ്ടുവിടണം. എനിക്ക് വേറൊരു ആവശ്യമുണ്ട്, ഞാനും പോവാണ്. വണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്? സുട്ടിന് ഇഷ്ടപ്പെട്ടോ? സുട്ട് രാവിലെ ഇവിടെ തുടങ്ങി. SP ഇതാണ് കേട്ടോ വണ്ടി. 2015 മോഡൽ കേട്ടോ. മൈസ്ട്രോ ആണ്, ഹീറോയുടെ. റേറ്റ് ഒന്നും പറയുന്നില്ല. റേറ്റ് ഇപ്പം ചിലർക്ക് അത് കൂടുതലാണെന്ന്, ചിലർക്ക് ചിലപ്പം അങ്ങനെ എന്തെങ്കിലും സജഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് പറയുന്നില്ല. എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ് തോന്നുന്നത്. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല, ക്ലീനാണ്. ഇപ്പോൾ നേരത്തെ ഇരുന്ന വീഗോ ആയ വണ്ടി തന്നെ വീഗോ കുറച്ചുകൂടെ സ്ലിമ്മാണ് വണ്ടി. വെയിറ്റും കുറവാണെന്ന് തോന്നുന്നു. ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ സൈസ് വലുതെന്നേ ഉള്ളൂ. ഇതിലിനിപ്പം കുറച്ച് ചെറിയ പണിയുണ്ട്, കാരണം കേബിൾ ഇച്ചിരി ടൈറ്റാണ്. അപ്പോൾ അതൊന്ന് മാറണം. പിന്നെ ഇതൊന്ന് മാറ്റണം കേട്ടോ. ഇത് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് സ്ക്രൂ എല്ലാം അഴിച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു നട്ട് കൂടെ വരുന്നത്, ഇളക്കാണ്ട് ടൂൾ എൻ്റെ ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ സാധനങ്ങളൊക്കെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റിയാലേ പറ്റുള്ളൂ. മറ്റേ വണ്ടിക്കും വിഗോയ്ക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിൻ്റെ കൂടെ ജോയിനായി വരുന്നത്. ഇതിപ്പോൾ ജോയിനില്ല, സ്ക്രൂ അഴിച്ചാൽ മാറും. അപ്പോൾ ഇനി മുതൽ കുറച്ച് കാലത്തേക്ക് ചിന്നുവിൻ്റെ സാരഥി ഇതാണ് കേട്ടോ. തൽക്കാലത്തേക്ക് പുതിയത് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതും പിന്നെ പഴയതിനെ അപേക്ഷിച്ച് അതിൻ്റെ ഡബിൾ റേറ്റ് കൊടുത്താണ് വാങ്ങിച്ചത്. വേഗം വെള്ളത്തിൽ പോയി. അമ്പുവിന് എക്സാമാണ്. അമ്പൊന്ന് അടിപൊളിയായിട്ട് എഴുതുമല്ലോ. ഓക്കെ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? ഓണം എക്സാമാണ്. അപ്പോൾ ചിന്നുവിന് അങ്ങനെ വണ്ടി ഇഷ്ടപ്പെട്ടോ? നമ്മളതാ ബാക്കിയൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് പറയും, ഇല്ലെങ്കിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കും. അപ്പോൾ എക്സാമൊക്കെ എളുപ്പമാവണം എന്നൊക്കെ പ്രാർത്ഥിച്ചോ. എക്സാമൊക്കെ അടിപൊളിയാക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു എക്സാമിനെ നേരിടുന്നത്. പതുക്കെ തൊട്ട് കയറിക്കോ. തൊട്ടുവിന് പൂ കിട്ടിയല്ല. ഹായ്. ഓ, നിങ്ങളെ പൂ കളഞ്ഞു പോയെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങിയത്. കിട്ടി. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പോലീസ് ബീറ്റ് ബോക്സ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് എഴുതിയിടാനായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം ചിന്നുവിനാണ് ഓണമൊക്കെ മൊത്തത്തിൽ. വണ്ടിയായി, ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. അടുത്തിനി എന്താണോ എന്തോ. നമുക്കിവിടെ പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. ഓ, അങ്ങനെ ചിന്നു ഹാപ്പി. ഇപ്പോൾ ചിലവെന്നാണ് പറഞ്ഞാൽ ഒരു സർപ്രൈസ് ഇതാണ്. അപ്പോൾ അടുത്തത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഓണം അടുപ്പിച്ച് പറയാം. ഇത് ഗസ് ചെയ്തതാണ്, അത് കറക്റ്റ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്നുവിന് വണ്ടി എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അടുത്തത് ഇനി വരും വീഡിയോസിൽ കാണാം. ഓക്കെ, ഞാൻ പിന്നെ ഷോപ്പിൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് വീഡിയോ ഇടുന്നത്. ഇപ്പോഴും വീണ്ടും ഒന്ന് വീഡിയോസ് കൂടുതൽ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷെ വർക്കൊക്കെ ഏകദേശം തീരാറായി. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാം, സ്കൂളിൽ പോവാം. എല്ലാം റെഡിയായി കൊണ്ടുവന്നു. ഞാൻ കുറച്ചൊക്കെ കറങ്ങി. പിന്നെ അതിൻ്റെ കേബിൾ വാങ്ങിച്ചു വെച്ചോട്ടെ. ഇപ്പോൾ തിരക്കായിട്ട് മാറാൻ പറ്റില്ല. ഫ്രണ്ട് ബോക്സ് ഞാൻ തന്നെ അഴിച്ചായിരുന്നു. എന്നാലേ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകാനും പിന്നെ സാധനമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സുട്ടുവിന് കാല് വയ്ക്കാൻ സ്ഥലമില്ല. അത് ഞാൻ ഇടയ്ക്ക് കണ്ട്. ഇനി അതങ്ങാനും വയ്ക്കാം. അപ്പം ചിന്ന ഒന്ന് ഐശ്വര്യമായിട്ട് ഓടിച്ച് നോക്കി. ചിന്ന ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതാണ്. അപ്പോൾ ആ കുഴപ്പമില്ല, വെയിറ്റ് കുറഞ്ഞല്ലേ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓ, അങ്ങനെ ഇറങ്ങിയോ? ചിന്നുവിനെക്കാളും ഉണ്ട് ചിന്നുവിൻ്റെ വണ്ടി.
പിടിച്ച് മറിക്കുക, പതുക്കെ പതുക്കെ. മതി മതി. വണ്ടി അങ്ങനെ ഓക്കെ അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മൈസ്ട്രോ ചിലർ വേറൊരു സജഷൻ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുറേ തപ്പിയിട്ട് ഇതാണെന്ന് സെറ്റ് ആയി കിട്ടിയത്. അപ്പോഴും പക്ഷെ ഫണ്ടായില്ലായിരുന്നു. പിന്നെ കൊടുത്തതിന് ശേഷം ആ ഫണ്ട് വേറെ റോൾ ചെയ്ത് പോയി, എന്നിട്ട് വേറെ അറേഞ്ച് ചെയ്തെടുത്തത്. പിന്നെ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ എന്തായാലും കൂടുതൽ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. എന്തായാലും